നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, 2025 തിങ്കൾ. അങ്ങനെ വീക്കായ Q1 റിസൾട്ടുകളുടെ തുടർച്ചയും US ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളും ലീഡിംഗ് IT സ്റ്റോക്കായ TCSൽ നിന്നും 2% എംപ്ലോയീസിനെ പുറത്താക്കുന്ന നടപടികളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് മൂലവും തുടങ്ങി നിരവധിയായ കാരണങ്ങൾ മൂലം തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മാർക്കറ്റിൽ ദൃശ്യമായത്. സെൻസെക്സിന് 572 പോയിന്റുകളും നിഫ്റ്റിക്ക് 156 പോയിന്റുകളും നിഫ്റ്റി ബാങ്കിന് 444 പോയിന്റുകളും നഷ്ടമായപ്പോൾ ഫിൻനിഫ്റ്റിക്ക് 0.72% നഷ്ടവും നേരിടുന്നതും ദൃശ്യമായി. ഇന്നും ഇന്ത്യ വിക്സിൽ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് പ്രധാനമായും 8 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ ഇന്ന് 664 കമ്പനികൾ മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. തത്സമയം 2046 കമ്പനികൾ ഇന്ന് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടേഴ്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നിഫ്റ്റി റിയാലിറ്റിക്ക് 4% ഇടിവ് ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നു. തത്സമയം മീഡിയ ഇൻഡെക്സ് 3% ഇടിവ് രേഖപ്പെടുത്തി. ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ, ടെലികോം, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്സ് തുടങ്ങിയ മേഖലകളിൽ 1% മുതൽ 1.5% ഇടിവ് നേരിടുന്നതായിട്ട് അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 13 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 86.65 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് നമ്മുടെ ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് ആണ് ദൃശ്യമായത്. മിഡ് ക്യാപ് 0.7% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് 1.3% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ശ്രീറാം ഫൈനാൻസ്, സിപ്ല, ഹീറോ മോട്ടോകോർപ്പ്, HUL, SBI ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, വിപ്രോ, ബജാജ് ഫൈനാൻസ്, ഭാരതി എയർടെൽ, ഇൻഡസ് ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്നത്തോടുകൂടി തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റി റിയാലിറ്റിയിൽ വീക്ക്നെസ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിലും തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നും ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. പാരസ് ഡിഫൻസിന്റെ Q1 ഏർണിംഗ്സ് വീക്കായി വന്നതിനെ തുടർന്ന് ഇന്നും ഈ സെക്ടറിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുള്ള കാരണങ്ങൾ പരിശോധിക്കാം. ആദ്യമായി തന്നെ ഇന്ത്യ US ട്രേഡ് ഡീല് താൽക്കാലികമായിട്ട് നിന്നു പോയതിലുള്ള നിരാശയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയുണ്ടായത്. നമ്മൾ കണ്ടു USഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് താരിഫിന് അന്തിമമായ ഒരു തീരുമാനം വന്നു. ബ്ലാങ്കറ്റ് ആയിട്ട് തന്നെ 15% അഡീഷണൽ താരിഫ് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. തത്സമയം ഇന്ത്യയും USഉം തമ്മിലുള്ള ട്രേഡ് ഡീലിന് ഒരു മാസത്തിലേറെ കാലമായി പ്രതീക്ഷകൾ വാനോളമായിരുന്നു എത്രയും പെട്ടെന്ന് നടക്കുമെന്നുള്ള കാര്യത്തില്. കാരണം നെഗോസിയേഷന് മുന്നിട്ട രാജ്യങ്ങളിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഒന്നിലേറെ തവണ പ്രസ്താവന വന്നു ഇന്ത്യയുമായിട്ടൊരു ബിഗ് ഡീൽ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന്. ഇന്ത്യൻ ഒഫീഷ്യൽസ് ഒന്നിലേറെ തവണ വാഷിംഗ്ടണിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു നെഗോസിയേഷനുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടി. പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ അവിടെ നിന്നും തിരിച്ചു പോകുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഒരു പരിധി വരെ ടക്കായ ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും അഗ്രികൾച്ചറും ഡയറി പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട താരിഫ് നയങ്ങളെ തുടർന്ന്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വരികയുണ്ടായി അമേരിക്കയിൽ നിന്നുള്ള നെഗോസിയേറ്റേഴ്സ് ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി ന്യൂഡൽഹിയിലേക്ക് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ അത് നിക്ഷേപകരുടെ ഇടയിലും മാർക്കറ്റിലും ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഘടകം വീക്കായ Q1 ഏർണിംഗ്സ് തന്നെയായിരുന്നു. ഈ വീക്കെൻഡില് കൊട്ടാക് മഹേന്ദ്ര ബാങ്കിന്റെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ കണ്ടിരുന്നു. തൽഫലമായി തന്നെ ഇന്ന് സ്റ്റോക്ക് 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുക ഉണ്ടായി. തൽഫലമായി തന്നെ ഇന്നത് നിഫ്റ്റി 50 ഇൻഡെക്സിനെ അതിരൂക്ഷമായി തന്നെ മോശമായി ബാധിക്കുകയുണ്ടായി. മാത്രമല്ല കൊട്ടാക് മഹേന്ദ്ര ബാങ്കിന്റെ റിസൾട്ട് മോശമായി Q1 ഏർണിംഗ്സ് മോശമായി വന്നതിനെ തുടർന്ന് അത് ബാങ്ക് നിഫ്റ്റിയെയും ഫിൻ നിഫ്റ്റിയെയൊക്കെ അതിരൂക്ഷമായി തന്നെ ഇന്ന് ബാധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിച്ച മറ്റൊരു ഘടകം ഇന്ന്
IT സ്റ്റോക്സിലുണ്ടായ ഇടിവ് തന്നെയാണ്. നമ്മൾ കണ്ടു തുടർച്ചയായിട്ട് IT മേഖലയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. TCSന്റെ Q1 റിസൾട്ടുകൾ വന്നു തുടങ്ങി. അതിനു മുൻപും IT സെക്ടറുകളിൽ നിഫ്റ്റി IT ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ TCSന്റെ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് നിഫ്റ്റി ITയിലും ഫോൾ തുടരുന്നുണ്ട്. ഇന്നും നിഫ്റ്റി ITയിൽ 253 പോയിന്റുകളുടെ നഷ്ടം സംഭവിക്കുകയുണ്ടായി. 0.71%. ഇന്ന് നിഫ്റ്റി ITയെ പ്രധാനമായും ഇടിവിലേക്ക് നയിച്ചത് TCSന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പുകൾ വരികയുണ്ടായി. അവരുടെ വർക്ക് ഫോഴ്സിന്റെ 2% അഥവാ 12,200 എംപ്ലോയീസിനെ കട്ട് ചെയ്യുക എന്നുള്ള വാർത്ത വന്നതിനെ തുടർന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. AI ഡ്രിവൺ കാരണം കൊണ്ടല്ല, മറിച്ച് കമ്പനിയുടെ പുനരാവിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണെന്ന്. എന്നിരുന്നാൽ കൂടിയിട്ടും TCSന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടി മൂലം ലീഡിംഗ് IT സ്റ്റോക്സ് ആയ വിപ്രോയിൽ 3.5% ഇടിവും, ഇൻഫോസിസിൽ 2.2% ഇടിവും, HCL ടെക്കിൽ 1.1% ഇടിവും, തത്സമയം ടെക് മഹേന്ദ്രയിൽ 1% ഇടിവും ഇന്ന് സംഭവിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ മോശമായി ഇന്ന് ബാധിച്ച മറ്റൊരു ഘടകം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ്. നമ്മൾ കണ്ടു വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു 1979 കോടി രൂപയ്ക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം തിങ്കൾ മുതൽ വെള്ളി വരെ 13,552 കോടി രൂപയ്ക്കാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് നടത്തുകയുണ്ടായത്. ജൂലൈയില് അവർ 30,000-ലേറെ കോടി രൂപയ്ക്ക് മുകളില് നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ സെല്ലിംഗ് നടത്തി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മറ്റുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റിന്റെ തളർച്ചയെ അതിവേഗം ത്വരിതപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയിട്ടാണ് ദിനം പ്രതി നമ്മുടെ മാർക്കറ്റിൽ നിന്നും ദൃശ്യമാകുന്നത്. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം ഏഷ്യൻ മാർക്കറ്റ്സിലുണ്ടായ വീക്ക്നെസ് തന്നെയാണ്. ഇന്ന് സൗത്ത് കൊറിയയുടെ ഹോസ്പി, ജപ്പാന്റെ നിക്കി 225, ചൈനീസ് മാർക്കറ്റ് ഒക്കെ ഇന്ന് നഷ്ടം നേരിടുന്നതായിട്ട് അനുഭവപ്പെട്ടു. സ്വാഭാവികമായിട്ടും ലീഡിംഗ് ആയ ഏഷ്യൻ ഇൻഡസ്ട്രീസിൽ ഉണ്ടായ ഇടിവ് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിക്കുകയുണ്ടായി. ആറാമത്തെ കാരണം ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെ വിലയിലുണ്ടായ വർധനവ് തന്നെയാണ്. ഇന്ന് ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ വില ഉയരുന്നതായിട്ട് നമുക്ക് ദൃശ്യമാണ്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ. ഈ ഒരു കാരണവും നമ്മുടെ മാർക്കറ്റിന്റെ തകർച്ചയെ ഒന്നുകൂടി ത്വരിതപ്പെടുത്തുകയുണ്ടായി. ഏഴാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിച്ച മറ്റൊരു ഘടകം ഇന്ന് ഇന്ത്യ വിക്സ് വീണ്ടും ഉയർന്നതാണ്. നമ്മൾ വെള്ളിയാഴ്ച കണ്ടു 5%-ലേറെയാണ് ഇന്ത്യ വിക്സ് ഉയർന്നത്. ഇന്നും ഇന്ത്യ വിക്സിൽ ഉണർവ് രേഖപ്പെടുത്തുകയുണ്ടായി 7%. സ്വാഭാവികമായിട്ടും ഇന്ത്യ വിക്സ് വർദ്ധിച്ചപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിന്റെ സെല്ലിംഗ് പ്രഷറും വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉണർവും ഒരു ഘടകമായിട്ട് മാറി. എട്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തകർച്ചയിലേക്ക് നയിച്ച മറ്റൊരു ഘടകം ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നേരിട്ട ഇടിവ് തന്നെയാണ്. ഒരു മാസത്തിലേറെയായി ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നഷ്ടം നേരിടുന്ന കാഴ്ച തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപ വീക്ക് ആവുമ്പോൾ അത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിലെ സെല്ലിംഗ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കുന്ന മറ്റൊരു ഘടകമാണെന്ന്. ഈ 8 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് കാരണമാക്കിയത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ 56 പോയിന്റുകളുടെ നേട്ടം മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് ഇന്ന് ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയിട്ടും അത് നിലനിർത്താനായിട്ടില്ല. നിലവിൽ UK മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. തത്സമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും 1%-ലേറെ ഉയർച്ച നേരിടുന്നതായിട്ട് അനുഭവപ്പെടുന്നു. തത്സമയം ഗോൾഡിൽ നേരിയ ഇടിവാണ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്നോമാൻ ലോജിസ്റ്റിക്സ് Q1 റവന്യൂ 16% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 162.7 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് Q1 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 159% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 11.96 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. SBI കാർഡ് ഇന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേ ബേസിസിൽ 6% ഇടിവ് നേരിടുകയുണ്ടായി. തൽഫലമായി തന്നെ സ്റ്റോക്ക് 15 വീക്ക് ലോ ടച്ച് ചെയ്തു. കാരണം നമ്മൾ ഇന്ന് സ്റ്റോക്കിംഗ് ന്യൂസിൽ കാണുകയുണ്ടായി രാവിലെ മോശമായി വന്ന Q1 റിസൾട്ടുകൾ. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സ്റ്റോക്ക് ഇടിയുകയുണ്ടായത്.
കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് സ്റ്റോക്കിൽ ഇന്ന് 8% ഇൻട്രാഡേ ബേസിസിൽ ഇടിവ് രേഖപ്പെടുത്തി. മോശമായ Q1 ഏർണിംഗ്സ് വന്നതിനെ തുടർന്ന്. കാർ ട്രേഡ് ടെക് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയിലേറെ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. 22.9 കോടി രൂപയിൽ നിന്നും 47.06 കോടി രൂപയായിട്ട് വളർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. പ്രീമിയർ എനർജീസ് നെറ്റ് പ്രോഫിറ്റിൽ 55.4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 307.8 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കമ്പനിയുടെ റവന്യൂവിലും 10% ഉയർച്ച രേഖപ്പെടുത്തി. IEX ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ ഇന്ന് 9% ഇടിവ് നേരിടുന്നതായിട്ട് അനുഭവപ്പെട്ടു. കാരണം ജെഫ്രീസ് സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് 150 നിന്നും 105 റെഡ്യൂസ് ചെയ്തതാണ് മാർക്കറ്റ് കപ്ലിംഗ് റിസ്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിനെ തുടർന്ന്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.